കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിന് തുടർച്ചയായി ചില ആ, കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠന പരമ്പരയിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചോദിക്കും, പ്രാർത്ഥനയെക്കുറിച്ച് ഇത്രമാത്രം പഠിക്കാനുണ്ടോ? തീർച്ചയായിട്ടും പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥന എന്ന വിഷയം വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. കേവലം വിശുദ്ധ പഴയ നിയമത്തിൽ മാത്രമല്ല, വിശുദ്ധ പുതിയ നിയമത്തിലും വേദപുസ്തകത്തിന്റെ എല്ലാ പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ള വിഷയം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ പ്രാർത്ഥന എന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഭാഗം എടുത്താൽ അതിന്റെ പൂർണ്ണ വിവരം നമുക്ക് ലഭിക്കുകയില്ല. വേദപുസ്തകത്തിലെ ഒരു സബ്ജക്റ്റും തുടർച്ചയായി എഴുതി പോന്നിട്ടില്ല. അതുകൊണ്ട് ആ വിഷയങ്ങൾ എവിടെയൊക്കെയാണ് വേദപുസ്തകത്തിൽ കിടക്കുന്നത് അതെല്ലാം കൂടെ എടുത്തു വെച്ച് ഒന്നിച്ചു വെച്ചിട്ട് വായിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഉപദേശ രൂപം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. രക്ഷ എന്ന വിഷയം പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത് കിടക്കുന്നത്. സ്നാനം എന്ന വിഷയം വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലാണ് കിടക്കുന്നത്. പ്രാർത്ഥന എന്ന വിഷയം വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥനയെക്കുറിച്ച് അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന തിരുവചനത്തിലെ വിവിധ ഭാഗങ്ങൾ എടുത്തു വെച്ച് ഒരുമിച്ച് വെച്ച് വായിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഉപദേശ രൂപം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഇത്രമാത്രം വിശദമായി പഠിക്കുന്നത്. നല്ല ചോദ്യങ്ങളാണ് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിന് ശേഷമായി വന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ആധികാരികമായി പ്രാർത്ഥന പഠിപ്പിച്ചു. അപ്പോൾ തന്നെ ശിഷ്യന്മാർ ആ പ്രാർത്ഥന ആവർത്തിച്ചില്ല. അപ്പോൾ തന്നെ ശിഷ്യന്മാരുടെ പ്രാർത്ഥന രൂപം യേശുക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്നും അല്പം വ്യത്യാസമുണ്ടായിരുന്നു. ശരിയാണ്. അപ്പോ പിന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നുള്ള പ്രാർത്ഥന, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. അത് യേശുക്രിസ്തുവിനെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണുന്നില്ല. ആമേൻ എന്നുള്ള വാക്ക് കാണുന്നില്ല. പക്ഷെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയിൽ അത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന തിരുവചനത്തിൽ പറയുന്ന എല്ലാ വാക്യങ്ങളും നിരത്തി വെച്ച് ആ വാക്യങ്ങളിൽ കൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ ആ പ്രാർത്ഥനയുടെ ഉപദേശ രൂപം നമുക്ക് ഗ്രഹിക്കുകയുള്ളൂ. എന്തെല്ലാം നമുക്ക് പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്തായിരിക്കണം, അതിൻ്റെ ആരംഭം എങ്ങനെയായിരിക്കണം, പ്രാർത്ഥനകളുടെ സപ്ലിക്കേഷൻ, അതിൻ്റെ അപേക്ഷകൾ എങ്ങനെയായിരിക്കണം, പ്രാർത്ഥന എങ്ങനെയാണ് സമാപിക്കുന്നത് എന്നൊക്കെ ഈ പ്രാർത്ഥനകളെല്ലാം നിരത്തി വെച്ച് പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് പ്രവേശിക്കുകയാണ്. എൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് സമാപിക്കുന്ന പ്രാർത്ഥന എങ്ങനെ വന്നു? അത് വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞതായ ഒരു കാര്യമാണ്. ഞാൻ ഒരുപക്ഷെ അത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു കാണുകയില്ല. ഡോക്ടർ അത്രയും ചിന്തിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞു പോയത്. ആ വാക്ക് എൻ്റെ നാമത്തിൽ എന്നുള്ള വാക്ക് യെറ്റ് ബിസീമി എന്നൊരു പദമാണ്. ഞാൻ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. യെറ്റ് ബിസീമി, YET, യെറ്റ്, BISSIMI, ബിസീമി. ചാറ്റിൽ ശ്രദ്ധിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽ അത് വായിക്കുക. യെറ്റ് ബിസീമി. ഇത് പുതിയ നിയമത്തിലെ ഈ പദപ്രയോഗം വളരെ പ്രസിദ്ധമായൊരു പദപ്രയോഗമാണ്. യെറ്റ് ബിസീമി. നാമം എന്നുള്ളതിന് ഞാൻ പറഞ്ഞു, എൻ്റെ നാമമല്ല, നാമം എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രതിപാദിച്ചത്. വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന 957 പേരുകളുണ്ട്. ദ നെയിംസ് ഓഫ് ഗോഡ്. അത് രൂപകാലങ്കാരത്തിൽ കൊടുത്തിരിക്കുന്ന പേരുകളുണ്ട്, ആലങ്കാരികമായി കൊടുത്തിരിക്കുന്ന പേരുകളുണ്ട്, ലിറ്ററലായിട്ട് കൊടുത്തിരിക്കുന്ന പേരുണ്ട്.
ഈ പേരുകളെ 3 തരത്തിലാണ് പഠിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലിറ്ററൽ ഫോമിലുള്ള പേരുകൾ, ദൈവത്തിന് ലിറ്ററൽ ഫോമിൽ ദൈവത്തിന്റെ പേരെന്താണോ അതുപോലെ എഴുതിയിരിക്കുന്ന പേരുകളുണ്ട്. 2, ദൈവത്തിന്റെ പേരുകൾ രൂപകാലങ്കാരത്തിൽ പറയുന്ന പേരുകളുണ്ട്. പ്രതീകാത്മക രൂപത്തിൽ പറയുന്ന പേരുകളുണ്ട്. ഉദാഹരണമായിട്ട് മേഘം, ഇസ്രായേൽ മക്കൾ മേഘത്തിന്റെ കീഴിലായിരുന്നു. നീട്ടിയ ഭുജം, ഇതൊക്കെ ദൈവത്തിന്റെ പേരുകളാണ്. ധാരാളം ഇതുപോലെ രൂപകാലങ്കാരത്തിൽ പ്രതീകാത്മകമായി ദൈവത്തിന്റെ പേരുകൾ പല സ്ഥലങ്ങളിൽ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ആലങ്കാരിക ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ നാമത്തിന് പറയുന്ന പേര്, ദൈവത്തിന്റെ നാമം, അതാണ് ഷം. അത് യേശുവിന്റെ പേരല്ല. ഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമം. അത് ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് മലയാളത്തിൽ പരിവർത്തനം ചെയ്തിരിക്കുന്നത് തിരുനാമം എന്നാണ്, ഹോളി നെയിം. എന്തുകൊണ്ട് ആ പേര് വന്നു എന്ന് ചോദിച്ചാൽ, യഹൂദന്മാർ സാധാരണഗതിയിൽ യാഹവേ, യഹോവ എന്ന പേര് ഉച്ചരിക്കാറില്ല. യാഹവേ, യഹോവ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആ ഭാഗത്ത് വരുമ്പോൾ അഡണായി എന്ന് വായിക്കും, അല്ലെങ്കിൽ ഷം എന്ന് വായിക്കും. പറയണമെങ്കിൽ ഷം എന്ന് പറയുകയും വായിക്കുമ്പോൾ അഡോണായി എന്ന് വായിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഓക്കെ. എഴുതിയിരിക്കുന്നത് യഹോവ എന്നാണ്, പക്ഷെ ആ ഭാഗം വരുമ്പോൾ അവര് അഡോണായി എന്നേ വായിക്കത്തുള്ളൂ. പറയണം എന്ന് വെച്ചാൽ തിരുനാമം ഷം എന്ന് പറയും. അതാണ് പഴയ നിയമത്തിലെ ദൈവത്തെ കുറിച്ചുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ പ്രത്യേകമായി പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. നമ്മൾ ദ ലോർഡ് എന്നാണ് സാധാരണ ഉച്ചരിക്കുന്നത്. തെറ്റില്ല. യേശു എന്ന് ഉച്ചരിക്കാം, ദൈവം എന്ന് പറയാം, ലോർഡ് അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയാം. അതിൻ്റെ അകത്തൊന്നും തെറ്റുകളൊന്നുമില്ല. അപ്പം ഈ പ്രാർത്ഥനയ്ക്കകത്ത് യേശുക്രിസ്തുവിന്റെ നാമം എങ്ങനെ കടന്നുകൂടി, അല്ലെങ്കിൽ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്നുള്ള പഠനം എങ്ങനെ വന്നു? യെറ്റ് ബിസിമി എന്നാണ് പേര് എഴുതിയിരിക്കുന്നത്. അപ്പോ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ പേര് അതുപോലെ അല്ല എഴുതിയിരിക്കുന്നത്, പക്ഷെ യാശുവ എന്ന പദമുണ്ട്. യാശുവ, ആ പദം കിടക്കുന്നത് യെശയ്യാപ്രവാചന പുസ്തകം 63:16 വായിക്കാമോ? യെശയ്യാപ്രവാചന പുസ്തകം 63:16 കർത്താവായ യേശുക്രിസ്തുവിന്റെ പേര് അതുപോലെ എഴുതിയിട്ടുണ്ട്. ആ പേര് യാശുവ എന്ന പേര്, യാശുവ. ഒന്ന് വായിക്കാം. 63:16. നീയല്ലോ ഞങ്ങളുടെ പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. അവിടെ അതിന്റെ ബി പാർട്ട് വായിച്ചേ. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. അതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. അവിടെ വീണ്ടെടുപ്പുകാരൻ എന്നൊരു പദമുണ്ട്, അതാണ് യാശുവ. അറ്റാഹ് യാഹ്വേ അബിനുഗോ അല്ലനു മെ ഒലാം സമൈഖ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ, അറ്റാ യാഹ്വേ അബിനു, ഞങ്ങളുടെ അബിനു. ഗോവാൽ എന്ന പദം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഉണ്ടല്ലോ. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, ഓർക്കുന്നുണ്ടോ? ഗോആൽ, അതേ പദം അവിടെ പറയുന്നേ. എന്തോ? അബിനു, ഞങ്ങളുടെ. ഗോആൽ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ. എപ്പോ മുതല്? ഒലാം,
ഹ ഒലാം എന്ന് പറഞ്ഞാൽ മെ ഒലാം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. മെ ഒലാം എന്ന് പറഞ്ഞാൽ അനാദികാലം മുതൽ, യുഗം എപ്പോൾ ആരംഭിച്ചോ അപ്പോൾ മുതൽ, കാലം എപ്പോൾ ആരംഭിക്കുന്നുവോ അവിടെ മുതൽ, സമയം എപ്പോൾ ആരംഭിച്ചുവോ അവിടെ മുതൽ, ദ ടൈം ഇമ്മെമ്മോറിയൽ. ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ കിട്ടാത്ത ഒരു സമയമുണ്ട്. അതിന് അനാദി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ യുഗാരംഭം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അവിടം മുതൽ, കേട്ടെ, 2000 വർഷം മുമ്പല്ല, അനാദികാലം മുതൽ, യുഗത്തിന്റെ ആരംഭം മുതൽ, ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുൻപ്, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപ്, മെ ഒലാം സമൈക്ക അല്ലേ എന്ന് പറഞ്ഞാൽ യുഗത്തിന്റെ ആരംഭം മുതൽ നീ ഗോ ആലാണ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്. ആ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള പദം കൊടുത്തിരിക്കുകയാണ് അറ്റാഹ് യാഹ്വേ, യശുവ എന്നൊരു പദം. യശുവ, യഹ്ശുവ, 2 വാക്കാത്. യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ, ഷുവ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ, വീണ്ടെടുക്കുന്നവൻ. യാശുവ എന്ന് പറയുന്ന യോശുവ ഉണ്ടല്ലോ, അതേ പേര് തന്നെ, യോശുവ. അപ്പൊ യേശുക്രിസ്തുവിന്റെ പേര് പഴയ നിയമത്തിലുണ്ട്. യേശുക്രിസ്തു അനാദികാലം മുതലുണ്ട്. സമയത്തിന്റെ ആരംഭം മുതൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. യെറ്റ് ബി സി മി, എന്റെ നാമം യാശുവ എന്ന് പറയുന്ന ആ നാമം. ആ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നു, എന്റെ നാമത്തിൽ അപേക്ഷിക്കുക. 3 വാക്യങ്ങളുണ്ട് എന്റെ നാമത്തിൽ അപേക്ഷിക്കുക എന്ന് പറയുന്നത്. 3 വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ 3 വാക്യങ്ങൾ. ഒന്ന് കുറിച്ചിടാം അല്ലെങ്കിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ഉം 14-ഉം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ഉം 14-ഉം വായിക്കാം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനെ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ തരും. അവിടെ വ്യക്തവും വളരെ കൃത്യമായി പറയുക, അപേക്ഷിക്കുന്നതൊക്കെയും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അത് പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥനയാ. അവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ എന്റെ നാമത്തില് എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുക. നമുക്ക് പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം, നമുക്ക് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി 2-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. 16-ാം വാക്യത്തിന്റെ ബി പാർട്ട്, അതിന്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചേ. നിങ്ങള് എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. എന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ. ഇനി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. 16-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കയില്ല എന്നാരംഭിക്കുന്ന വാക്ക്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ശിഷ്യന്മാരോട് പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പ്രതിപാദിച്ച കാര്യമാണ്, നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. കാരണം അതുവരെയുള്ള പ്രാർത്ഥന ദൈവത്തോട്, ദൈവ സംബോധനയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്.
അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നാമത്തിലുള്ള ദൈവനാമത്തിലുള്ള പ്രാർത്ഥനയാണ്. സൈന്യങ്ങളുടെ യഹോവേ എന്ന് വിളിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോ എന്റെ നാമത്തിലുള്ള പ്രാർത്ഥന അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, 24-ാം വാക്യം, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അതൊരു റെവലേഷനാണ് കേട്ടോ, അതൊരു റെവലേഷനാണ്. പ്രാർത്ഥനയുടെ ഒരു വലിയ റെവലേഷനാണ്. പ്രാർത്ഥനയുടെ ശാസ്ത്രീയതയൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഈ ക്ലാസിന്റെ അകത്ത് ആ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല, കാരണം പ്രാർത്ഥനയ്ക്ക് ഒരു ശാസ്ത്രീയത ഇല്ല. ഇതൊരു റെവലേഷനാണ്. പ്രാർത്ഥന ഒരു റെവലേഷനാണ്, അതൊരു വെളിപ്പാടാണ്. പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാടാണ് പ്രാർത്ഥന. ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയതയില്ല. ഒരു ശാസ്ത്രീയത നമ്മൾ ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നുമില്ല. അപ്പൊ ഇത് 24-ാം വാക്യത്തിൽ പറയുകയാണ്, ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അതൊരു പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് മാറുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. 23-ാം വാക്യം, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അപേക്ഷിപ്പീൻ. ഈ 3 വാക്യങ്ങളിൽ, പുതിയ നിയമത്തിലെ 3 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ്, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ ഏറ്റവും പ്രബലമായത് ഏതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ നാമമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് പറഞ്ഞു. യേശുവിനെ പിടിക്കാൻ വന്ന ആളുകളുടെ മുൻപില് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് യേശു ചോദിച്ചു. ഉടനെ യേശു പറഞ്ഞു, അവര് പറഞ്ഞു, ഞങ്ങള് നസറേന യേശുവിനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പ്രതിവച്ചത്, അത് ഞാൻ തന്നെ, അയാം അത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ വീണുപോയി എന്ന് എഴുതിയിരിക്കുന്നു. ഗോലിയാത്തിന് നേരെ ദാവീദ് വരുമ്പോൾ പറയുന്നു, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്തിൽ ശക്തവും പ്രബലവുമായ നാമമാണ്. അവന്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. എല്ലാ നാമത്തിലും മേലായ നാമം എന്നാണ് എഫെസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം, അല്ലെ? എല്ലാ നാമത്തിലും, ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുന്ന നാമം. ഈ നാമത്തിലാണ് നാം യേശുവിന്റെ നാമത്തിലാണ് ദൈവത്തോട് അപേക്ഷിക്കുന്നത്. നാമം അത് ഷെമാണ്. എത്ബിസിമി, എന്റെ നാമം. വ്യത്യാസം മനസ്സിലായോ? ഷം എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവത്തിന് പേര് പറയുന്ന അനേക നാമങ്ങളിൽ ഒന്നാണ് ഷം. പുതിയ നിയമത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന നാമമാണ് എൻ്റെ നാമം. എത്ബിസിമി, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. എൻ്റെ നാമം മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് വേദപുസ്തകത്തിലുണ്ട്. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കി, എൻ്റെ നാമത്തിൽ. അങ്ങനെ ഉണ്ട്. അതുകൂടാതെ കർത്താവ് പറയുന്നുണ്ട്, 4-5 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് എൻ്റെ നാമത്തിന്റെ പ്രത്യേകത. 2-3 പേർ എൻ്റെ നാമത്തിൽ. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം, അല്ലേ? പ്രസിദ്ധമായ വാക്യമാണ്. മത്തായി സുവിശേഷം 18-20 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. നമ്മൾ ഈ വാക്യം ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യണേ. ഞാൻ ഈ പറയുന്ന റെഫറൻസുകളെല്ലാം ഒരു നോട്ട് ബുക്കിൽ കുറിച്ചിട്ട് പിന്നീടൊന്ന് വായിക്കണം.
കാരണം വിശുദ്ധ തിരുവെഴുത്താണ്, ഇത് തെറ്റാൻ പാടില്ല. എൻ്റെ ഒരു അഭിപ്രായം, ഇത് തെറ്റിച്ച് പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കാരണവശാലും തെറ്റരുത്, കാരണം അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. നമ്മളായിട്ട് അത് തിരുത്തരുത്. ചിലർ ഒന്നോ രണ്ടോ എന്നങ്ങ് പറയും, ഒന്നോ രണ്ടോ പേര്, എത്രയായാലും എന്നാന്നുള്ള. ഒന്നോ രണ്ടോ അല്ല, രണ്ടോ. അതിനൊരു കാരണമുണ്ട് അത് പറയാൻ. അത് പിന്നീട് ഞാൻ പറയാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന്. 5 6 പേരെന്ന് പറയായിരുന്നു, 1 2 എന്ന് പറയായിരുന്നു. ഈ നമ്പറുകൾ പറയുന്ന ഒരു കാരണമുണ്ട്. അതാണ് ബിബ്ലിക്കൽ ഗമാട്രിയ എന്ന് പറയും. വേദപുസ്തകത്തിലെ ഓരോ എബ്രായ അക്ഷരങ്ങൾ, ഓരോ ആൽഫബറ്റിനും ഓരോ സംഖ്യയുണ്ട്, സംഖ്യാമൂല്യമുണ്ട്. ആ സംഖ്യാമൂല്യം അനുസരിച്ചാണ് എബ്രായ വാക്കുകൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നത്. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. നമ്മൾ പറയുന്നത് അങ്ങനെയാ, നമ്മളല്ല, ചിലര് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ലേഖാസ് ആന്റി? 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും. ഇപ്പം തിരുത്തിക്കണം, എവിടെ കൂടിയാലും അവരുടെ നടുവില് ഉണ്ട് എന്ന് പറയുന്നു. ഒരിക്കലും എൻ്റെ യേശു അവിടെ വരികയില്ല, അല്ലേ? 2 3 പേര് എൻ്റെ നാമത്തിൽ ഷാപ്പിൽ കൂടി അവിടെ വരുമോ? വരത്തില്ല. കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് പറയാം, ബാറിൽ കൂടി അവിടെ വരുമോ? വരത്തില്ല. പിണങ്ങിയോ? അപ്പോൾ വാക്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊരു പഠന ക്ലാസ്സാണ്, ശ്രദ്ധിക്കണം. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും എന്നല്ല, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇൻ മൈ നെയിം, ഇൻ മൈ നെയിം. അപ്പം ആ നാമത്തിന്റെ ഉപയോഗങ്ങൾ ശ്രദ്ധിക്കുക. ആ നാമത്തിന്റെ ഉപയോഗങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ആ നാമം ഉപയോഗിക്കുന്നു, കൂടിവരവിന് ആ നാമം ഉപയോഗിക്കുന്നു. ഇൻ മൈ നെയിം, മർക്കോസ് 9:37, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇൻ മൈ നെയിം, he said to receive a child in my name. അപ്പോ യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നത് എന്തിനാ? യേശുവിനോടുള്ള പ്രതിപത്തിയിലാണ് യേശുവിന്റെ നാമം ഉപയോഗിക്കേണ്ടത്. എൻ്റെ നാമത്തിൽ ഒരു ശിശുവിനെ കൈക്കൊണ്ടാൽ നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. യേശുവിനോടുള്ള താദാത്മ്യത്തിന് വേണ്ടിയാണ് ഇൻ ഹിസ് നെയിം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻ ഹിസ് നെയിം എന്നുള്ളതിന്റെ വിവർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അത്രയും 5 കാര്യങ്ങൾ പറഞ്ഞത്. തദാത്മ്യത, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയും എഴുതിയിരിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താല്. അത് 9:41 വായിക്കാമോ? 9:41, മർക്കോസ് 9:41. നിങ്ങൾ ക്രിസ്തുവിനുള്ളവൻ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്റെ നാമത്തിൽ, ഇവിടെയാണ് എന്റെ നാമത്തിൽ, അണ്ടർലൈൻ ചെയ്തു, എന്റെ നാമത്തിൽ. He speaks of giving a cup of water in my name. Gives a cup of water in my name. അത് ക്യാരക്ടർ ആണ് ഉദ്ദേശിക്കുന്നത്, ക്യാരക്ടർ. അതുകൊണ്ടാണ് ആ എക്സ്പ്ലനേഷൻ അന്നേരം ആ ക്ലാസ്സിൽ പറയാതെ ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറയുന്നത്. ക്യാരക്ടർ എന്തുവാ? നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തില് ആരെങ്കിലും ഒരു പാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്റെ നാമത്തിൽ. അപ്പൊ നോക്കുക, എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം കിട്ടും. പിന്നെ ഉപയോഗിക്കുന്നുണ്ട് യോഹന്നാൻ 1:12, യോഹന്നാന്റെ സുവിശേഷം
1-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. അപ്പം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവന്റെ നാമത്തിൽ, ഇൻ ഹിസ് നെയിം, we become the children of God when we believe in his name. When we believe in his name, അവനെ അയച്ച അവന്റെ നാമത്തിൽ നാം വിശ്വസിക്കുമ്പോഴാണ് നാം ദൈവമക്കള എന്ന പദവിയിലേക്ക് എത്തിച്ചേരുന്നത്. ഇൻ ഹിസ് നെയിം. മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. യോഹന്നാൻ 20:31. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നോക്ക, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, വിശ്വസിച്ചിട്ട് അതിന്റെ അനന്തര ഫലം എന്താ? വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ് ബിലീവ്, ദാറ്റ് ഫെയ്ത്ത്? എന്നാ എന്റെ റിസൾട്ട് എന്താ? അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. സ്തോത്രം. He says that by believing we have life in his name. We have life in his name. ഇപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ജീവനും സമൃദ്ധിയായ ജീവനും നിത്യജീവനും ഉണ്ടാവുകയുള്ളൂ. ഇൻ ഹിസ് നെയിം, ഇൻ ഹിസ് നെയിം. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിശാച് പോലും വിറയ്ക്കുന്ന നാമം യേശുവിന്റെ നാമമാണ്. പിശാച് പോലും ഭയപ്പെടുന്ന നാമം യേശുവിന്റെ നാമമാണ്. കാലത്തിന്റെ ആരംഭം മുതൽ കാലത്തിന്റെ അന്ത്യം വരെ, സ്തോത്രം, കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം യേശുവിന്റെ നാമമാണ്. ഈ നാമത്തിൽ പ്രാർത്ഥിക്കണം, അപേക്ഷിക്കണമെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ടാണ് നാം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ഇല്ല. എന്നോട് പറയണോ? ഒരു പ്രതികരണവും കാണുന്നില്ലല്ലോ. ഓക്കെ പാസ്റ്റർ. എന്തോ? ഓക്കെ. അപ്പം യേശു ക്രിസ്തുവിന്റെ നാമം അപ്പൊ ഒരിക്കലും മറക്കല്ലേ കേട്ടോ. അബിനു, ഇത് പ്രാർത്ഥനയിൽ തന്നെ യേശു ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില് ഈ യെശയ്യാവ് 63:16 ആ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം യേശുവിന്റെ പ്രാർത്ഥനയിൽ അതേ വാക്ക് അതുപോലെ തന്നെ ഉച്ചരിച്ചിട്ടുണ്ട്. സമൈഖ, ഓർക്കുന്നുണ്ടോ? സമൈഖ. പിന്നെ ഒലം, ഒലം, ഒലം എന്ന് പറഞ്ഞാൽ ലോകം. പിന്നെ മേ ഒലം എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകണം, പുറകോട്ട് പോകുന്ന ലോകം കേട്ടോ, മുമ്പോട്ടല്ല, പുറകോട്ട് എത്ര നിങ്ങൾക്ക് സഞ്ചരിക്കാമോ അത്രയും പുറകോട്ട് സഞ്ചരിക്കുന്ന ലോകം. പിന്നെ അബിനു, അബിനു ആ വാക്കുണ്ട് യേശുവിന്റെ പ്രാർത്ഥനയില്. പിന്നെ ഗാൽ ആ വാക്കുണ്ടല്ല, അബിനു സെബഷമായി യത്കദോഷ് സമൈഖ തെവ് ഓ മൽക്കുതക്ക. ഉണ്ടോ? ആ വാക്കുകളെല്ലാം അതിൻ്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരവും ഒരു കൂടുതൽ നമുക്ക് കൂടുതൽ ഇൻസൈറ്റ്, ആ പഠന വിഷയത്തിൽ കൂടുതൽ ഇൻസൈറ്റ് നമുക്ക് കിട്ടാൻ കഴിയും. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം വന്ന് ഇതിൻ്റെ അകത്ത് ശാസ്ത്രം, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ശാസ്ത്രം ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത്
കാരണം തിരുവചനം ശാസ്ത്രത്തിന് എതിരല്ല. ശാസ്ത്രം പറയാൻ പോയാൽ നമ്മൾ ശാസ്ത്രം പറയും, വിശുദ്ധ തിരുവെഴുത്ത് പറയാൻ പോയാൽ വിശുദ്ധ തിരുവെഴുത്ത് പറയും. പക്ഷെ ഇത് രണ്ടും കോൺട്രഡിക്റ്റ് അല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നോളജ് കിട്ടുന്നതേ, ഇതിന്റെ ഇടയ്ക്ക് കയറി ഒരു ഇൻവെർട്ടർ കോമാല് ഞാനത് പറയുകയാണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ചോദ്യം വന്നുകൊണ്ട് പറയുകയാണ്, എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു, നോളജ് ഉണ്ടാകുന്നത് ശാസ്ത്രം കൊണ്ട് മാത്രമല്ല. ശാസ്ത്രം കൊണ്ട് മാത്രമല്ല, അത് എങ്ങനെയോ തെറ്റായ ഒരു വിവരം നമ്മുടെ പുതിയ തലമുറയിൽ പോലും വന്നു. അത് ശാസ്ത്രത്തിലുണ്ടോ? സയൻസ് അത് അങ്ങനെ പറയുന്നുണ്ടോ? ഈ ശാസ്ത്രം എല്ലാത്തിനും ഉത്തരം അല്ല. എല്ലാത്തിനും ഉത്തരവല്ല. ഈ അറിവ് നേടാനായിട്ടുള്ള മാർഗം, അതിനെ ഈ എപ്പിസ്റ്റമോളജി എന്ന് പറയും. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രം. എങ്ങനെയാണ് ജ്ഞാനശാസ്ത്രം ഉണ്ടാകും? ജ്ഞാനം എങ്ങനെ കിട്ടും? അറിവ് എങ്ങനെ സമ്പാദിക്കാം? എപ്പിസ്റ്റമോളജി പഠിക്കണം. എഴുതി വെച്ച് ഈ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് പഠിക്കണം. എങ്ങനെയാണ്, ഹൗ ടു ഗെറ്റ് നോളജ്. 4 കാര്യമുണ്ട്. എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാം. ഒന്ന്, ഇൻഡ്യൂസീവ്. അത് ഇൻഡ്യൂസീവ് എന്ന് പറഞ്ഞാൽ അവബോധം, കോൺഷ്യസ്, അവബോധത്തിൽ നിന്ന്. ഇൻഡ്യൂസീവ് നോളജ് അല്ല. ഒന്ന്, ഇൻഡ്യൂസീവ് നോളജ്. 2, ലോജിക്ക്, യുക്തിയിൽ നിന്ന് അറിവ് കിട്ടും. മാത്സ് ശാസ്ത്രമല്ലല്ലോ, മാത്സ് മാത്തമാറ്റിക്സ് അല്ലേ? 2+2 അത് യുക്തിയാ, ലോജിക്കാണ്. അവിടെയാണ് മാത്തമാറ്റിക്സ് വരുന്നത്, മാത്സ് വരുന്നത്. ലോജിക്കിൽ നിന്ന് നോളജ് ഉണ്ടാവും. 3, എംപെരിക്കൽ എന്ന് പറയും. എംപെരിക്കൽ എന്ന് പറഞ്ഞാൽ അനുഭവപരമായ അറിവുകൾ. 4, അതോറിറ്റീവ് എന്ന് പറഞ്ഞാൽ ബൈ മെനി സോഴ്സസ്. അക്യൂമുലേറ്റീവ് എവിഡൻസസ് എന്നൊക്കെ പറയും. അക്യൂമുലേറ്റീവ് എവിഡൻസസ്, ഹിസ്റ്ററി അതിൻ്റെ അകത്താണ് വരുന്നത്, ഹിസ്റ്ററി. അപ്പൊ അങ്ങനെയാ ഈ നോളജ് ഉണ്ടാകുന്നത്. അല്ലാതെ ഇത് ശാസ്ത്രത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ശാസ്ത്രം എല്ലാത്തിനും ഉത്തരവല്ല. എല്ലാ കാര്യങ്ങളും ശാസ്ത്രത്തിൽ കിട്ടണമെന്നുമില്ല. ആരെങ്കിലും എന്നെ കേൾക്കുന്നവരെ എതീസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കാത്തവരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥനാ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, എല്ലാം ശാസ്ത്രത്തിൽ നിന്നല്ല ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. എല്ലാം ശാസ്ത്രത്തിൽ നിന്നാണ്. ഓക്കെ, ആ ഭാഗം ഞാൻ വിടുന്നു. ഇനി ഒരു ഡിബേറ്റിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായാൽ ഞാൻ അത് കുറച്ചുകൂടെ പറയാം. വിർജിൻ ബർത്തിന് പോലും തിരുവചനത്തിനകത്ത് അല്ലെങ്കിൽ ശാസ്ത്രത്തിനകത്ത് ഉത്തരവുണ്ട്. അത് വായിച്ചില്ലെങ്കിൽ നമുക്ക് അതിന് ഉത്തരം പറയാൻ കഴിയത്തില്ല. വിർജിൻ ബർത്തിന് പോലും ശാസ്ത്രത്തിൽ തെളിവുണ്ട്. പാർത്തനോജനസിസ് എഴുതി വെച്ചോ, പാർത്തനോജനസിസ്. വിർജിൻ ബർത്തിന് പ്രൂഫുണ്ട്, അതിന് ശാസ്ത്രമുണ്ട്, സയൻസ് ഉണ്ട്. അല്ലാതെ യേശുക്രിസ്തുവിന്റെ ജനനം വിർജിൻ ബർത്ത് ആയിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ശാസ്ത്രമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് പഠിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ആ വിഷയം വേറൊരു ക്ലാസ്സിൽ വെച്ച് നമുക്ക് നിശ്ചയമായും കൈകാര്യം ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ആമേൻ പറയണോ എന്നുള്ളതാ. ആമേൻ പറയണോ? എല്ലാവരും ഉണ്ടല്ലോ? ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഓക്കെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. യേശു ആ കാര്യം പറഞ്ഞത്. 2, ആമേൻ എന്ന് പറയണമല്ലോ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം വളരെ വിശാലമാ. അത് തന്നെ എടുക്കണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കും. അത്രയും ദൈർഘ്യമുള്ള ഒരു കാര്യമായി. ആമേൻ എന്നുള്ള വാക്ക് 2 അക്ഷരം ഉള്ളെങ്കിലും അതിന്റെ അർത്ഥം വളരെ വിശാലമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രാർത്ഥിച്ചതിന് ശേഷം ആമേൻ പറയണം. പൗലോസ് അപ്പോസ്തലനാ ആ കാര്യം പറഞ്ഞത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 15-16 വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 15-16 വാക്യം. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കുക. നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും?
കണ്ടോ? എന്റെ സ്തോത്രം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ബറാഖോട്ട്, അത് പ്രാർത്ഥനയാണ്. യഹൂദന്മാരുടെ പ്രാർത്ഥനയ്ക്കാണ് മലയാളത്തിൽ സ്തോത്രം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, പ്രാർത്ഥനയെക്കുറിച്ച് ആണ് പ്രതിവാദ്യം. 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. കഴിഞ്ഞ ഏതോ ക്ലാസ്സിന് ഞാൻ ഈ കാര്യം പറഞ്ഞു. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമെന്നാണ്. പ്രേ വിത്ത് സ്പിരിറ്റ് ആൻഡ് പ്രേ വിത്ത് വിസ്ഡം. ചെയ്യും പ്രേ വിത്ത് സ്പിരിറ്റ് ആൻഡ് പ്രേ വിത്ത് വിസ്ഡം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാകത്തക്കവണ്ണം പ്രാർത്ഥിക്കണം. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ, കേൾക്കുന്നയാളിനെ മനസ്സിലായില്ലെങ്കിൽ, എങ്ങനെ നിന്റെ പ്രാർത്ഥനയ്ക്ക്, എങ്ങനെ ആ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? അതായത് പ്രാർത്ഥന ആമേനോടുകൂടെ അവസാനിക്കണം എന്നുള്ളതാണ്. അതൊരു ഡോക്സോളജിയാണ്. ഒരു എന്താ പറയാ, അവരുടെ യഹൂദന്മാരുടെ ഒരു എഗ്രിമെന്റ് ചെയ്യുമ്പോൾ, പറയുന്ന വാക്കാണ് ആമേൻ എന്ന വാക്ക്. ഞാൻ അതിലേക്ക് വരാം. 12 സ്ഥലത്ത് പറയുന്ന അപ്പോസ്റ്റലിക് ബെനഡിക്ഷൻ ആണ് ആമേൻ. അപ്പോസ്റ്റലിക് ബെനഡിക്ഷന്റെ അകത്ത് ആമേനോട് കൂടിയാണ് പൗലോസ് പറയുന്നത്. അപ്പോസ്റ്റലിക് ബെനഡിക്ഷൻ ശ്രദ്ധിച്ച് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. മിക്കവാറും പൗലോസിന്റെ ലേഖനം ഒക്കെ അവസാനിക്കുന്നത് അപ്പോസ്റ്റലിക് ബെനഡിക്ഷൻ എന്ന് പറയും. സഹോദരന്മാരെ, 6-ാം അധ്യായം 18 അല്ലേ? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇതാണ് പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒരു സ്വഭാവം. എല്ലാ ലേഖനങ്ങളും അവസാനിക്കുമ്പോൾ അപ്പോസ്റ്റലിക് ബെനഡിക്ഷനോട് കൂടിയാണ് അവസാനിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അപ്പോസ്റ്റലിക് ബെനഡിക്ഷൻ നമ്മൾ പറയും. പൗലോസിന്റെ ലേഖനങ്ങൾക്ക് അത് നിർത്തുമ്പോൾ പൗലോസ് ഉപയോഗിക്കുന്ന ബെനഡിക്ഷൻ ശ്രദ്ധിച്ച്, ബെനഡിക്ഷൻ പറഞ്ഞ് തീരുകയല്ല, ആമേൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. എന്ന് പറഞ്ഞാൽ സോ ഇറ്റ് ബി, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ മുകളിൽ പറഞ്ഞോ അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അതെ, റോമാലേഖനം 11-ാം അധ്യായം 36-ാമത്തെ വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ. കണ്ടോ, എത്ര സുന്ദരമായ വാക്കുകളാണ്. സകലവും അവനില് അവനാൽ അവങ്കലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന് മനുഷ്യര് കൊടുക്കുന്ന അതിശ്രേഷ്ഠമായ ബഹുമാന പദമാണ് ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന് കൊടുക്കാൻ കഴിയുന്ന അതിശ്രേഷ്ഠമായ ബഹുമാന പദം ആമേൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാം. അവന് എന്നേക്കും മഹത്വം. ആമേൻ എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയാണ്. ആമേൻ എന്ന പദം, ആമേൻ എന്ന പദം, ഈ ആമേൻ എന്നുള്ള ചുരുക്കെഴുത്താകട്ടോ. പലപ്പോഴും നമ്മൾ വിചാരിക്കുക അതൊരു ഒറ്റ വാക്കല്ല, ഒരു ചുരുക്കെഴുത്തായി ആമേൻ. അനീ മാമീൻ എന്ന വാക്ക്, അനീ മാമീൻ. കുറച്ചുകൂടി ഒന്ന് വിശദമായി പറഞ്ഞാൽ അഹ്നീ മാ അഹ്മീം എന്ന് പറയും. എന്താ? അഹ്നീ മാ അഹ്മീം, അതാണ് അതിന്റെ മുഴുവൻ വാക്ക്. ചുരുക്കെഴുത്ത് ആമേൻ. അപ്പൊ ആ ചുരുക്കെഴുത്ത് കിട്ടിയാൽ മതി. ചുരുക്കെഴുത്ത് നമുക്ക് വെച്ചുകൊണ്ട്, അത് വേദപുസ്തകത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് വിശദമായി യഹൂദന്മാരുടെ ഒരു റബ്ബായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് റബ്ബി മോശെ ബെൻ മെയ്മോൻ എന്ന. റബ്ബായി മോശെ ബെൻ മെയ്മോൻ എന്ന് പറയുന്ന ഒരു റബ്ബി ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ. ആ റബ്ബിയാണ് ഈ ആമീൻ എന്നുള്ള പദങ്ങള് തോറായിൽ നിന്ന്, തനാക്കിൽ നിന്ന് ചികഞ്ഞെടുത്ത് അതിനൊരു ഡോക്സോളജി അദ്ദേഹം ഉണ്ടാക്കി. ഒരു ക്രെഡോ,
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ക്രെഡോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, വിശ്വാസ പ്രമാണം എന്നൊക്കെ പറയും. അപ്പൊ അദ്ദേഹം അതിനൊരു ക്രെഡോ ഉണ്ടാക്കി. അത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ ആയിട്ടാണ് ആ ക്രെഡോ അദ്ദേഹം ഉണ്ടാക്കിയത്. വളരെ വിശദമായിരുന്നു. പഠിച്ചാൽ നമുക്ക് മതി വരാത്ത പോലെ പഠിക്കാൻ കഴിയുന്ന ഒരു പദമാണ് ആമേൻ. ചെറിയൊരു പദമല്ല. നമ്മൾ ആമേൻ പറയുമ്പോൾ അതിന്റെ അർത്ഥവിശാലത നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആമേൻ എന്ന പദം പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് ഒരു സോൾമെൻ അഫിർമേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടിയുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് പഴയ നിയമത്തിൽ ആമേൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഉടമ്പടിയിൽ സംബന്ധിക്കുമ്പോൾ ആ ഉടമ്പടിയോട് ഞാൻ താദാത്മ്യം പ്രാപിക്കുന്നു, അതിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് ആമേൻ പഴയ നിയമത്തിൽ ഉച്ചരിക്കുന്നത്. അപ്പം അത് 25 സന്ദർഭങ്ങൾ എഴുതിയിട്ടുണ്ട് പഴയ നിയമത്തിൽ. 25 സന്ദർഭങ്ങളിൽ ജനം ആമേൻ എന്ന് പറയണം. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ പോവാം. മോശയ്ക്ക് ന്യായപ്രമാണം കിട്ടുന്നു. കേട്ടെ. മോശയ്ക്ക് വിശുദ്ധ ന്യായപ്രമാണം കിട്ടുന്ന സമയത്ത് ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങൾ 70 പേര് എൻ്റെ അടുക്കൽ കയറി വരണം, 69 പേര് അവിടെ ഇരിക്കണം, ഒരാള് മോശ എൻ്റെ അടുക്കൽ കയറി വരണം. എന്നിട്ട് മോശയ്ക്ക് പ്രമാണം കിട്ടി. മോശയ്ക്ക് പ്രമാണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മോശ അത് ജനത്തെ വായിച്ച് കേൾപ്പിച്ചു. വായിച്ച് കേൾപ്പിക്കുന്നതിന് മുൻപ് മോശ ഒരു യാഗം കഴിച്ചു. യാഗം കഴിച്ചിട്ട് അതിന്റെ രക്തം പകുതി എടുത്തൊരു പാത്രത്തിൽ വെച്ചു. പകുതി എടുത്തൊരു പാത്രത്തിൽ വെച്ചു. പകുതി യാഗപീഠത്തിന്മേൽ തളിച്ചു. പകുതി രക്തം പാത്രത്തിൽ ഇരിക്കുക. അതെന്തിനാ വെച്ചെന്നറിയാമോ? അതവിടെ വെച്ചിട്ട് മോശയ്ക്ക് കിട്ടിയ പ്രമാണം മോശ ജനത്തെ വായിച്ചു കേൾപ്പിച്ചു. മോശ ജനത്തെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ജനം പറഞ്ഞ കാര്യം പുറപ്പാട് പുസ്തകം 24:2 എഴുതിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 24:2 എഴുതിയിരിക്കുകയാണ്, മോശ മാത്രം യഹോവയോട് അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് 24:3 യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ പറഞ്ഞു. ഈ പ്രമാണം വായിച്ച് കേൾപ്പിച്ചപ്പോൾ ജനം പ്രതിവദിച്ചത് എങ്ങനെയാണെന്നറിയാമോ? യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. 8-ാം വാക്യം. അപ്പോൾ മോശ രക്തം എടുത്തു, ജനത്തിന്മേൽ തളിച്ചു, ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന രക്തം ഇതാ എന്ന് പറഞ്ഞു. ഉണ്ടോ? അതാ ആമേൻ. ഇതാണ് സോൾമെൻ അഫർമേഷൻ എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ സ്ഥിരീകരണത്തിന് വേണ്ടി അവർ പ്രതിവചിച്ചു. അതാണ് ആമേൻ. അതാണ് മൊസൈക്ക് പഴയ നിയമത്തിൽ പറയപ്പെടുന്ന ആമേൻ. ധാരാളം ഭാഗങ്ങളുണ്ട്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു ആമേൻ പറഞ്ഞപ്പോ 2 പ്രാവശ്യം പറഞ്ഞു, അല്ലേ? ആമേൻ, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലേ? ആമേൻ, ആമേൻ എല്ലഗോഹുമിൻ എന്ന കർത്താവ് പറഞ്ഞത്. അത് അരാമിക് ലാംഗ്വേജാ. ആമേൻ, ആമേൻ എല്ലഗോഹുമിൻ എന്ന് പറഞ്ഞാൽ നിക്കോദെമോസിനോട് പറയുമ്പോഴാ വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദ അഫർമേഷൻ ഓഫ് മൈ അതോറിറ്റി. വെർലി വെർലി ഐ സേ എന്നാ പറയുന്നത്. വെർലി വെർലി ഐ സേ. ആമേൻ ആമേൻ ലഗോഹുമിൻ എന്ന് പറഞ്ഞാൽ ഐ ഫാമിലി അഫർമേഷൻ കൊടുക്കുകയാണ്. അവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ സ്ഥിരീകരണം അവിടെ തരികയാണ്. യേശുവിൻ്റെ അധികാരത്തിന്റെ ഒപ്പാണ് കർത്താവ് അവിടെ പറയുന്നത്. അവിടെയാണ് യേശുക്രിസ്തു ആമേൻ പറഞ്ഞതിന്റെ കാര്യം. സ്തോത്രം. എന്നാൽ പൗലോസ് ആമേൻ പറയുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഇതെല്ലാം ആവർത്തിച്ചു പറയുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദാനത്തോടുള്ള ഏകീഭാവം കാണിക്കാൻ വേണ്ടിയാണ് പൗലോസ് ആമേൻ പറയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി തന്റെ ജനത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളോടുള്ള ഏകീഭാവം എന്ന വണ്ണം
പൗലോസ് ആമേൻ പറയുകയാണ്. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ ആമേന്റെ അർത്ഥം മാറുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? അവിടെ എഴുതിയിരിക്കുകയാണ്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്ന് പറയുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പ്രക്രിയയോടുള്ള ബഹുമാന പുരസ്സരം സഭ ഒന്നടങ്കം പറയുന്ന വാക്കാണ് ആമേൻ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും, ഈ ക്ലാസ്സിലുള്ളവർക്കെല്ലാം ചേർന്ന്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും മ്യൂട്ടിലാണെങ്കിലും ഒന്ന് പറഞ്ഞേ ആമേൻ. ആമേൻ. ആ വാക്കിന് ശക്തിയുണ്ട് കേട്ടോ. സ്തോത്രം. ഈ പേരില് ഈ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതാണ് പുതിയ നിയമ പ്രാർത്ഥന. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അത് കർത്താവ് തന്നെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോസ്തലന്മാരെ നമ്മെ പഠിപ്പിച്ചതായ കാര്യമാണ്. 2, ആമേൻ എന്ന വാക്കുകളോടുകൂടെ ബഹുമാന പുരസ്സരത്തോടുകൂടെ, അതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നുവോ ആ വാക്കിനോടുള്ള താദാത്മ്യത്തോടുകൂടെ ഞാൻ ആമേൻ പറയുന്നു എന്ന് പറയുന്നു. വാട്ട് ഐ സേ, ഞാൻ എന്ത് പറഞ്ഞുവോ അതുപോലെ ആമേൻ. അതുപോലെ ദ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അതേ സ്വഭാവത്തോട് ഏകീഭവിച്ചുകൊണ്ട് ഞാൻ ആമേൻ പറയുന്നു. അതേ ക്യാരക്ടറിൽ, അതേ ക്യാരക്ടറിസ്റ്റിക്സില്, അതേ സ്വഭാവത്തോടുകൂടെ ഞാൻ ആമേൻ പറയുന്നു. അതേ മനോഭാവത്തോടുകൂടെ, അതേ ആറ്റിറ്റ്യൂഡിനോടുകൂടെ ഞാൻ ആമേൻ പറയുന്നു. അതേ വിശ്വാസത്തോടുകൂടെ ഞാൻ ആമേൻ പറയുന്നു. ആമേൻ പറയുന്നത് ചെറിയ കാര്യമല്ല. ഞങ്ങൾ മൗനമായിരുന്ന ഒരു സ്ഥലത്തിരുന്ന് ആമേൻ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 2 അർത്ഥമുണ്ട്. 1, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. 2, ഞാൻ എന്ത് ചിന്തിച്ചുവോ, ഞാൻ എന്ത് ആഗ്രഹിച്ചുവോ, ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് പറഞ്ഞുവോ, എന്ത് നൊമ്പരപ്പെട്ടുവോ അത് അതുപോലെ നടത്തി തരണമേ എന്നുള്ള ഒരു വാക്കാണ് ആമേൻ എന്ന് നിങ്ങൾ പറയുന്നു. സ്തോത്രം. ഒരു പ്രശ്നത്തോട് സമീപിക്കുമ്പോൾ ഒന്ന് ആമേൻ പറഞ്ഞു നോക്കിക്കേ. ഒരു വേദനയോട് സമീപിക്കുമ്പോൾ ഒരു ആമേൻ പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, യശയ്യാപ്രവാചന പുസ്തകം 55:10 എഴുതിയിട്ടുണ്ട്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അതേപോലെ തിരികെ വരികയില്ല. ഞാൻ എന്തിനു വേണ്ടി ആ വാക്കിനെ അയച്ചുവോ അത് നിവർത്തിച്ചിട്ട് മാത്രമേ ആ വാക്ക് തിരികെ വരികയുള്ളൂ. ഒരു പ്രശ്നത്തോട് സമീപിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സമീപിക്കുക. സ്തോത്രം. പ്രാർത്ഥനയിൽ ചെല്ലുമ്പോൾ ആമേനോടുകൂടെ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ വൈകുന്നേരം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രബലമായ അതിശക്തമായ തിരുവഴുത്തിൽ ഏറ്റവും ശക്തിയുറ്റ വാക്കാണ് യേശുവിന്റെ നാമം. അതുപോലെ ആമേൻ തത്തുല്യമായ വാക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാക്കുമാണ്. ഈ 2 വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ബുദ്ധിയിൽ നിന്നല്ല, നമുക്ക് വിവേകത്തോടുകൂടെ പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഏതു സമയത്തും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഒരു വിജയിയുടെ സ്വരമാണ്. പ്രാർത്ഥന ദൈവത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ പ്രാർത്ഥന സ്വരം ഉയരുകയുള്ളൂ. ദൈവം ആര് എന്നുള്ള അവബോധത്തിൽ നിന്നാണ് ഒരുവനിൽ പ്രാർത്ഥന ഉയരുന്നത്. ദൈവത്തെ അറിയാത്ത ഒരാൾക്ക് ശക്തമായി പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഒരു പ്രാർത്ഥനയും വെറുതെ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഏകാഗ്രതയോടുകൂടി. ഞാനൊരു വാക്ക് പറഞ്ഞല്ലോ, കവനത്ത് അല്ലെ? കവനത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ജാഗ്രതയോടുകൂടെ, ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക. അത് വളരെ ശ്രദ്ധിക്കുക. ആ വാക്ക് പറഞ്ഞിട്ട് എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക. കവനത്ത് അല്ലെ? ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തെ അവര് എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷ കൽപ്പനകൾ അത്രേ എന്ന് പ്രവാചക വരേണ്യനായ യെശയ്യാവ് പറഞ്ഞു. 29:13 യെശയ്യാവ് 29:13 മനഃപ്പാടമാക്കിയ മാനുഷ കൽപ്പനകളല്ല പ്രാർത്ഥന. സ്തോത്രം. നമ്മൾ മനഃപ്പാടമാക്കി വെച്ചിരിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ,
അതൊന്ന് മാറ്റിയിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. സ്തോത്രം. രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ, മനസ്സിൽ തത്തിക്കളിക്കുന്ന പ്രാർത്ഥനകൾ അതല്ല. അധരം കൊണ്ടും വായ് കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയത്തെ എങ്കിൽ നിന്ന് ദൂരെ വെച്ചിരിക്കുന്നു. പ്രേ വിത്ത് കവനത്ത്. പറഞ്ഞ എല്ലാവരും ഒന്ന് പറഞ്ഞേ, കവനത്ത്. കവനത്ത് എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായ പ്രാർത്ഥന. ഏകാഗ്രമായ പ്രാർത്ഥന. ഈ അതിന് 2-3 വാക്കുകൾ പഴയ നിയമത്തിൽ ഉച്ചരിക്കുന്നുണ്ട്. ജാഗ്രത, പൂർണ്ണ മനസ്സോട്, ഏകാഗ്രത. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഈ കവനത്ത് എന്നുള്ളതിന്റെ അർത്ഥ വിപുലീകരണത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതിന്റെ അർത്ഥ തലങ്ങളാണ്. ജാഗ്രതയോടെ. ആവർത്തന പുസ്തകം 6:4 ആവർത്തന പുസ്തകം 6:4 ജാഗ്രത എന്നൊരു പദമുണ്ട്. നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം. ജാഗ്രത. ജാഗ്രത നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട, പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ജാഗ്രത. ഈ 6-ാം അധ്യായം എന്ന് പറയുന്നത് ക്ഷമാപ്രാർത്ഥനയാകട്ടോ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തില് യഹൂദന്മാരുടെ പ്രാർത്ഥനയാണ്. അതിന് ക്ഷമ എന്ന് പറയും. ക്ഷമ. ക്ഷമയെന്ന് നമ്മൾ മലയാളത്തിൽ ഈ ക്ഷമിക്കുക എന്ന് പറയുന്ന ക്ഷമയല്ല കേട്ടോ. ക്ഷമ. ക്ഷമ. അതാണ് ക്ഷമാപ്രാർത്ഥന. യഹൂദന്മാരുടെ ക്ഷമാപ്രാർത്ഥനയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യമാ. 6:4 എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. അപ്പൊ ആത്മീയ ജീവിതവും പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? പറഞ്ഞേ, ജാഗ്രതയോടെ. ജാഗ്രതയോടെ ആയിരിക്കണം. പിന്നെ പൂർണ്ണ മനസ്സോടെ. ആവർത്തനം 6:5 അടുത്ത വാക്യം തന്നെ. 6:5 നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. സ്നേഹിക്കണം. പൂർണ്ണ മനസ്സോടെ. കവനത്ത്. സ്നേഹിക്കണം. പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. പിന്നെ 3-ാമത്തെ ഒരു പദമാണ് ഞാൻ പറഞ്ഞ ഏകാഗ്രതയോടെ. ഇത് നെഗറ്റീവ് മീനിങ്ങിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട് ഈ വാക്ക്, ഏകാഗ്രതയോടെ എന്ന് പറഞ്ഞാൽ ശലോമോൻ ദൈവത്തെ സേവിച്ചു. ഒരു ദിവസം ഏറ്റവും കൂടുതൽ യാഗം നടത്തിയ തിരുവഴുത്തിലെ ആള് ശലോമോന. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പീഠം ഉണ്ടാക്കിയ ആള് ശലോമോന. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു മഹത്തായ ആലയം പണിതയാള് ശലോമോന. ഇത് ധാരാളം വിശേഷതകളുള്ള ആളാ ശലോമോൻ തിരുവഴുത്തില്. പക്ഷേ ശലോമോനെ കുറിച്ച് വളരെ വേദനാജനകമായ ഒരു നെഗറ്റീവ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11:4 എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11:4 ഒന്ന് വായിച്ചേ. ശലോമോന്റെ ഹൃദയം, അവന്റെ ഹൃദയം. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. അണ്ടർലൈൻ ചെയ്തോണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശലോമോന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിങ്കല് ഏകാഗ്രമായിരുന്നില്ല. ഏകാഗ്രമായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു. ആലയം പണിതു, പ്രാർത്ഥനാ പീഠം ഒരുക്കി, യാഗപീഠം ഒരു ദിവസം ധാരാളം യാഗങ്ങൾ ഒരുമിച്ച് കഴിച്ചു, വലിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ദൈവാനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചു, അറിവും ജ്ഞാനവും ഒക്കെ പ്രാപിച്ച ഒരു മഹത്തായ വലിയ മനുഷ്യനെ കുറിച്ച് വിശുദ്ധ തിരുവഴുത്തിൽ പറയുന്ന ഒരു നെഗറ്റീവ് ശ്രദ്ധിച്ചേ, അവന്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല. സ്തോത്രം. നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കവനത്ത്, ഏകാഗ്രമായിരിക്കണം. എനിക്കൊന്ന് അമസ്യാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് ആ പദം പറയുന്നുണ്ട്. അമസ്യാവ് ബാലനായിരുന്നു. അവന് ദിനവൃത്താന്തം 25:2 ദിനവൃത്താന്തങ്ങൾ 25:2 അമസ്യാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1 ദിനവൃത്താന്തമാണെന്ന് തോന്നുന്നു. മിനിസിസ്റ്റർ നോക്കിയേ, ദിനവൃത്താന്തങ്ങൾ 1:25-2 അമസ്യാവിനെ കുറിച്ചല്ലേ? 25:2 ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച അല്ലല്ലോ. 2 രാജാക്കന്മാർ 2 ദിനവൃത്താന്തം
25:2 അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ല താനും. രണ്ട് ദിനവൃത്താന്തം. ആ, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ല താനും. മതി. കണ്ടോ, 2 ദിനവൃത്താന്തം 25:2 എഴുതിയിരിക്കുകയാണ്. അമസ്യാവിനെ കുറിച്ച് പറയുന്നു. ചെറുപ്രായത്തിൽ അദ്ദേഹം രാജാവായി ദീർഘനാളുകൾ രാജവാഴ്ച ആരംഭിച്ച് 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് 2-ാം വാക്യത്തിൽ പറയുകയാണ് അമസ്യാവ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഇത് 2 കോൺട്രഡിക്ഷനാ. പ്രസാദമായുള്ളത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതിയിരിക്കുക ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാനും. അപ്പൊ നമുക്ക് അങ്ങനെയും ദൈവത്തെ സേവിക്കാം കേട്ടോ, അങ്ങനെയും പ്രാർത്ഥിക്കാം, അങ്ങനെയും ക്രിസ്ത്യ ജീവിതം നയിക്കാം, അങ്ങനെയും മുമ്പോട്ട് പോകാം. പക്ഷേ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവം അത് രേഖപ്പെടുത്തും. സ്തോത്രം. അമസ്യാവ് പിന്നെ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി, അകന്നുപോയി. 27-ാം വാക്യം വായിച്ച്. 27-ാം വാക്യം 2 ദിനവൃത്താന്തം 25:27. അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവൻ യെരുശലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അതിന് വിട്ട് അവൻ ലാഗീശിലേക്ക്. അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ. ഇങ്ങനൊരു വാക്കില്ലേ? അമസ്യാവ് യഹോവയെ വിട്ടുമാറി. അമസ്യ turned away from God. അമസ്യാവ് യഹോവയെ വിട്ടുമാറി. ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഏകാഗ്ര ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ജാഗ്രതയോടെ ദൈവത്തെ പിന്തുടർന്നില്ലെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദൈവത്തെ വിട്ടുമാറും. അത് സംഭവിക്കാൻ പാടില്ല. ലിറ്റിൽ ഈസ് എനഫ് വെൻ ഗോഡ് ഈസ് ഇൻ ഇറ്റ്. അല്പമേ വേണ്ട, അല്പം മതി. അതിൽ ദൈവം ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യത്തിലോ പ്രാർത്ഥനയുടെ പ്രാസത്തിലോ പ്രാർത്ഥനയുടെ വാക്കുകളിലോ ഒന്നുമല്ല. അല്പമേ പ്രാർത്ഥിച്ചുള്ളെങ്കിലും കവനത്ത് ഏകാഗ്രതയോടെ ജാഗ്രതയോടെ നമ്മുടെ വിഷയങ്ങളുമായി തകർന്ന ഹൃദയത്തോടെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചേ, അതിൻ്റെ അകത്ത് മറുപടി ഉണ്ടായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും കർത്താവ് സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഓവർ ടു ദി ഹോസ്റ്റ്.